കിറ്റീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടൂസിനെയും കൂട്ടിയിട്ട് പോകുന്നത് എന്റെ ഒരു SLC ബാച്ചിന്റെ ഗെറ്റ് ടുഗദർ പ്രോഗ്രാമിനാണ് കേട്ടോ. ഞാൻ ഉണ്ടൂസും വിദ്യാർത്ഥി മാത്രമല്ല കേട്ടോ, വിഷ്ണു, അർജു, സുനന്ദ്, ശ്രീജിത്ത്, പിന്നെ മുന്നിലും ബേക്കിലൊക്കെ ആയിട്ട് വേറെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട് കേട്ടോ. ഒരു കൈ വിബിയാട്ടിന്റെ കയ്യിൽ, ഒരു കൈ എന്റെ ചെവിയിലും പിടിച്ചിട്ട് ഉറങ്ങാനുള്ള ശ്രമത്തിലാണ് കേട്ടോ ഉണ്ടൂസ് ഉറങ്ങണമെങ്കിൽ വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഒന്നൊക്കെ നമ്മുടെ ചെവി ഒന്ന് കാട്ടി കൊടുത്താൽ മതി, അവൾ ആ ചെവിയിൽ പിടിച്ചിട്ട് അങ്ങോട്ട് ഉറങ്ങിപ്പോയിക്കോളൂ, അല്ലെങ്കിൽ അവൾ അവളുടെ ചെവി തന്നെ പിടിച്ചിട്ട് ഉറങ്ങിപ്പോയിക്കോളൂ കേട്ടോ. രണ്ടാളെയും കൂടെ ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഗെറ്റ് ടുഗദർ ഫംഗ്ഷൻ കൊള്ളമാക്കി കൈ തരുന്നതുകൊണ്ട് തന്നെ ഇന്ന് ഉണ്ടൂസിന് മാത്രമേ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളെത്തുമ്പോഴത്തേനും അർജുൻ നിഷാദും കൂടെ പോയിട്ട് നമ്മുടെ സ്വന്തം ഗീത ടീച്ചറും കൂടെ പിക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് പരിയാരം വുഡ് ഗ്രീൻ റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു. നമ്മുടെയൊക്കെ സ്ഥലത്തിന്റെ അടുത്ത് ഇത്രയും നല്ല റിസോർട്ടൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മളിപ്പോഴാട്ടോ അറിയണേ. അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ. എല്ലാവരും സാധാരണക്കാരാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ SLC കഴിഞ്ഞിട്ട് 11-12 നമ്മൾ SS കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മളിപ്പോൾ 14 വർഷത്തിന് ശേഷമാണ് ഇവിടെ എല്ലാവരും ഒത്തുകൂടുന്നത്. നമ്മൾ മാക്സിമം എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരെയും പാർട്ടിസിപ്പേഷൻ നമ്മൾ മാക്സിമം എൻഷുർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇലക്ഷൻ്റെ കാര്യങ്ങൾ കൊണ്ടും വേറെ ചില കാര്യങ്ങൾ കൊണ്ടും ഒന്നാമത് വെക്കേഷൻ ടൈമില്ല, നമുക്കറിയാം ഡിസംബർ ലാസ്റ്റ് വീക്കൊക്കെയാണ് വെക്കേഷൻ. അപ്പം അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ എന്നാലും മാക്സിമം ഒരു 10-13 ആൾക്കാരെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് 14 വർഷത്തിന് ശേഷം നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നടത്തുന്ന ഒരു ഫസ്റ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ ഇത്രയും ആൾക്കാരെ നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ നമ്മുടെ കൂടെ ഗീത ടീച്ചർ കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ടീച്ചർക്ക് വലിയൊരു ഐഡിയ കൊടുക്കുക. വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ 10-40ഓളം കുട്ടികളുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ 10th ബാച്ചിൽ. അതിൽ 11 ആൾക്കാർ മാത്രമായിരുന്നു അന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ പഠിച്ചതിൽ പകുതി ആൾക്കാരും പുറത്ത് വർക്ക് ചെയ്യുന്നവരാണ് കേട്ടോ. നാട്ടിലുള്ളവരാണെങ്കിൽ വെക്കേഷനും കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും എത്തിയോടെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവർ ഓരോരുത്തരായിട്ട് സ്റ്റേജിൽ പോയിട്ട് പരിചയം ഒന്നും കൂടി പുതുക്കിയിട്ടുണ്ടായിരുന്നു. 14 വർഷത്തിന് ശേഷമുള്ള ഒരു ഒത്തുചേരലല്ലേ, അപ്പം ഓരോരുത്തർക്കും എന്തൊക്കെ സംഭവിച്ചു, എവിടെയൊക്കെയാണ്, എങ്ങനെയാണ് എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷ ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു. ഇത്രയും വർഷം കടന്നു പോയിട്ട് സ്റ്റേജിൽ പോയിട്ട് 2 വാക്ക് സംസാരിക്കാനുള്ള പേടിയും ചമ്മലൊന്നും ഇതുവരെയായിട്ട് ആർക്കും മാറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവർക്കും അതിൻ്റെതായ ചമ്മലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സംസാരിക്കും. ഈ ഒരു പ്രോഗ്രാം ഇത്രയും നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് ഏറ്റവും എഫേർട്ട് എടുത്തത് വിഷ്ണു ആണ് കേട്ടോ. എന്നെ അടക്കം എല്ലാവരെയും വിളിച്ച് കൺവിൻസ് ചെയ്ത് പ്ലാൻ ചെയ്ത് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മളെയൊക്കെ കൊണ്ടുവന്ന് എത്തിച്ച ഒരാൾ വിഷ്ണുവാണ്. വിഷ്ണുവിനെ കൂടാതെ ചിപ്പി, ആതിര, നിഷാദ് ഇവരൊക്കെ ഇതിന്റെ പുറകെ കുറെ നടന്നിട്ടുണ്ട് കേട്ടോ. ഒക്കെ പരിപാടിയൊക്കെ നടക്കുമ്പോഴത്തേക്ക് വിവിയാട്ടൻ ഉണ്ടൂനിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കത്തിവെപ്പിന്റെ ഇടയിൽ തലവെക്കണ്ടെന്ന് കരുതി വിവിയാട്ടൻ ഉണ്ടൂനിയും കൊണ്ട് അപ്പുറത്ത് തന്നെ ഇരിക്കായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ട് പ്രശ്നമാക്കാൻ തുടങ്ങിയപ്പോൾ വിവിയാട്ടൻ നൈസായിട്ട് ഉണ്ടൂനെ എന്റെ കയ്യിൽ തന്നിട്ട് വിവിയാട്ടൻ അങ്ങോട്ട് മുങ്ങിയേട്ടാ. ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുമ്പോഴത്തേന് ആളങ്ങോട്ട് ഉഷാറായി കേട്ടോ. അതിനിടയിൽ നിഷാദ് നാട്ടിൽ വന്നതിന്റെ ചിലവൊന്നും നമുക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ പുറത്ത് പോയിട്ട് കുറെ ചോക്ലേറ്റ്സും ഐസ്ക്രീമും ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി ചുറ്റിനിരുന്ന് ഐസ്ക്രീം ഒക്കെ കഴിക്കുമ്പോഴത്തേന് അവർ ചെറിയൊരു കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗീത ടീച്ചറെ കട്ട് ചെയ്ത് നമ്മുടെ സന്തോഷം ചെറിയ രീതിയിൽ നമ്മളൊക്കെ അങ്ങ് ആഘോഷിച്ചു. പറിക്കല്ലേ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഓടി വാ, ഓടി വാ, ഓടി വാ. എന്തോ എന്തോ എന്നാ 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 അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഫോട്ടോയെടുപ്പും പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മളെല്ലാവരും കൂടി നേരെ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴത്തേനും നളിനി ടീച്ചറും പ്രേമമാഷും എത്തിയിട്ടുണ്ടായിരുന്നു.
സംസാരവും കത്തിവെക്കലൊക്കെ കഴിയുമ്പോഴത്തേനും എല്ലാവരും നല്ല സൈഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്യുന്നതിന്റെ കൂടെ ഒരു റൂമും കൂടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തായാലും നല്ലൊരു കാര്യമായിരുന്നു കേട്ടോ. ഒന്ന് റിലാക്സ് ചെയ്യാനും ഒന്ന് ഫ്രഷ് ആവാനൊക്കെ നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് എന്റെ ഉണ്ടൂസിന്റെ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ അവളൊന്ന് ഫ്രഷ് ആക്കാനൊക്കെ അതുകൊണ്ട് പറ്റിയിട്ടാണ്. ടീച്ചേഴ്സ് ഒക്കെ പോയി നമ്മളിതായ ലോകത്ത് ഇങ്ങനെ സംസാരിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും വിബിയേട്ടൻ എന്നെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ടൂസ് ആണെങ്കിൽ അവൾക്ക് പറ്റിയ ദിവസമായിരുന്നു. ഇതിലേക്ക് ഓടിച്ചാടി മണ്ണും പൊടിയൊക്കെ വാരി കയ്യും കാലൊക്കെ നല്ല വൃത്തികേടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വിബിയേട്ടൻ അവളെ എടുത്തോണ്ട് പോയി പൂളിന്റെ ഇരുപത്തിരുത്തി കയ്യും കാലൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ പിന്നെ പോകാൻ ഇറങ്ങി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 2 പിള്ളേരെയും കൊണ്ട് ഞാൻ ഇല്ലാന്ന് പറഞ്ഞിരുന്ന ആളാണ് കേട്ടോ. ഞാൻ വിഷ്ണുവിന്റെ ഒറ്റ വാക്കിലായിരുന്നു അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ആ ഒരു ദിവസം എനിക്ക് ശരിക്കും മിസ്സായി പോയേനെ കേട്ടോ. നമ്മളെ ലൈഫിൽ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വീണ് കിട്ടുമ്പോഴേ അതൊന്നും നമ്മൾ ഒരിക്കലും പാഴാക്കി കളയരുതെന്നാണ് കേട്ടോ എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്. ഇതൊക്കെയല്ലേ നമ്മുടെയൊക്കെ ലൈഫിൽ ബാക്കി ഉണ്ടാവുള്ളൂ അല്ലേ. ഇന്ന് ഓർത്ത് വെക്കാനുള്ള ഒരു ദിവസം കൂടി കിട്ടിയ എന്റെ സന്തോഷത്തിലാട്ടോ ഞാൻ ഇവിടുന്ന് മടങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരോടും ഇങ്ങനെ യാത്ര വന്നു പോകുമ്പോൾ ശരിക്കും വിഷമമുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ. ഓക്കെ ബൈ.